ഇന്നത്തെ രുചിയാത്ര 30 വർഷത്തെ പാരമ്പര്യമുള്ള ഒരിടത്തേക്കാണ്. ചിക്കൻ വിഭവങ്ങൾ നാട്ടിലേറെ സുലഭമാണ്. എന്നാൽ ഒരു നാട് തന്നെ ഒരു ചിക്കൻ വിഭവത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടാലോ? അഖിൽ രാജ് നടത്തുന്ന രുചിയാത്ര കാണാം. ഇനി ക്യാമറ രജിത് മണിമംഗലം, എഡിറ്റിംഗ് വിഷ്ണു ശിവരാജ്. ചിക്കൻ കൊണ്ടുള്ള വിഭവങ്ങൾ നാട്ടിൽ സുലഭമാണ്. എന്നാൽ ഒരു ചിക്കൻ വിഭവത്തിൻ്റെ പേരിൽ ഒരു നാട് തന്നെ അറിയപ്പെടുന്നത് വളരെ അപൂർവവുമാണ്. 30 വർഷം മുമ്പ് ഒരു കൃഷ്ണൻകുട്ടിച്ചേട്ടൻ തുടങ്ങി പിന്നീട് കേരളം ഒട്ടാകെ ഫേമസായ ഒരു ചിക്കൻ വിഭവം തേടിയുള്ള യാത്രയാണ്. എവിടേക്കെന്നല്ലേ പറയാം. അതിനു മുമ്പ് ഓട്ടോ ചേട്ടാ, കട്ടച്ചൽക്കുഴി കൃഷ്ണ ഹോട്ടൽ. കൃഷ്ണ ഹോട്ടൽ 30 വർഷത്തെ പാരമ്പര്യം. പലരും ശ്രമിച്ചിട്ടും ഇതുവരെയും ആവർത്തിക്കാൻ പറ്റാത്ത രുചി. ഒരു ചിക്കൻ പെരട്ട് കൊണ്ട് കട്ടച്ചൽക്കുഴി എന്ന ഗ്രാമത്തിലെ തന്നെ ഫേമസ് ആക്കിയ കൃഷ്ണ ഹോട്ടലിലെ കഥയറിയാം ഇനി. വർഷം ഈ കട തുടങ്ങിയിട്ട് അച്ഛനാണ് ആദ്യം തുടങ്ങിയത്, കൃഷ്ണൻകുട്ടി. എൻ്റെ പേര് ഷാജി. 30 വർഷം നാടൻ കോഴി. ആദ്യം തുടങ്ങിയത് കറി, ചിക്കൻ കറി, അടുത്ത് പെരട്ട്, തോരൻ, കാന്താരി, ലിവറുണ്ട്. പിന്നെ ആദ്യം പഴയ കടയാണ് പണിഞ്ഞത്. ഇവിടെയായിട്ടായാലും എല്ലാം നാടൻ രീതി ചെയ്യുന്നതുകൊണ്ടും എല്ലാം ഒറിജിനൽ സാധനമാണ്. ഒരു മായം ഇതിലില്ല. ആർക്ക് വേണോ കഴിക്കാം, ഏത് പത്തേക്കാർക്ക് വേണമെങ്കിലും കഴിക്കാം. ഏകദേശം വെളിയിൽ വരെ സാധനം പോകുന്നുണ്ട്. ഇപ്പോഴൊന്നും പോയി വെളിയിലോട്ട്. നമുക്ക് ഉദ്ദേശത്തേക്ക് നമുക്ക് ഏകദേശം ദൂരം എല്ലാം വരുന്നുണ്ട്. എറണാകുളം എല്ലാം. സുരേഷ് ഗോപിക്കാണെങ്കിൽ ഒരാഴ്ച ഒരു ദിവസം ഇവിടെ നിന്ന് കൊണ്ടുപോകും. നമ്മൾ അന്ന് തൊട്ടുന്നവരെ ഒരു സാധനം നമ്മൾ മാറ്റം ചെയ്തിട്ടില്ല. അത് സാധനം നമ്മൾ ചെയ്തിട്ട് തന്നെ ചെയ്തിട്ട്. അച്ഛൻ മരിച്ചിട്ട് 10 കൊല്ലമായി. അന്നും 5 കൊല്ലം മുമ്പേ ഞാൻ തുടങ്ങി എന്നെ ഏൽപ്പിച്ചു. ഇപ്പോൾ ഒരു ചകത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇറച്ചി. അതിന് ഭാഗമായിട്ടുള്ള എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. 400 ml എണ്ണ ഒഴിക്കുകയാണ് ആദ്യം. ചിക്കൻ പെരട്ടിന് നാടൻ കോഴിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ. അത് എണ്ണ ചൂടാൻ ശേഷം കടുവിട്ടതിന് ശേഷം കരിവേപ്പില എല്ലാം ഇട്ട് അതിനുശേഷം ഇനി മുളക് മൂപ്പിക്കുകയാണ്. ഇനി അതിൽ ഉപ്പിടും ആദ്യം. അതിന് 2 സ്പൂൺ മുളക് പൊടി ഇടും. എന്നിട്ട് അതിനെ മൂപ്പിക്കും എണ്ണയിൽ. മുളക് മൂത്തിട്ടുണ്ട്. ഇനി ഇറച്ചി തട്ടാണ് ഇത്. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് മസാല ഇട്ട് പുരട്ടി വെച്ചിരിക്കുകയാണ്. രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെ കൃഷ്ണ ഹോട്ടലുണ്ട്. പ്രധാന വിഭവങ്ങൾ ചിക്കൻ പെരട്ട്, ചിക്കൻ തോരൻ, കാന്താരി ചിക്കൻ, ലിവർ പെരട്ട് എന്നിവയാണ്. അതിൻ്റെ കൂടെ കപ്പ, ദോശ, ബൊറോട്ട, പുട്ട്, പിന്നെ ഉച്ചയ്ക്ക് ഊണും കിട്ടും. ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ പ്രധാന കാര്യം, കൃഷ്ണ ഹോട്ടലിന് മറ്റു ബ്രാഞ്ചുകളേ ഇല്ല. ഇതാണ് ഇവിടുത്തെ പ്രധാന താരങ്ങൾ. കാന്താരി ചിക്കൻ, ചിക്കൻ പെരട്ട്, ചിക്കൻ തോരൻ. ഒരാൾ കൂടിയുണ്ട്, ലിവർ പെരട്ട്. പക്ഷെ ഒരു ഉച്ച സമയത്ത് എത്തിയില്ലെങ്കിൽ ലിവർ പെരട്ട് പെട്ടെന്ന് തീർന്നു. നമുക്ക് ആദ്യം പുട്ടും കാന്താരി ചിക്കനുമായിട്ടുള്ള കോമ്പിനേഷൻ നോക്കാം. ഒരു ചെറിയ കഷ്ണം പുട്ടെടുത്ത് വെച്ച് അതിന് മുകളിലേക്ക് കാന്താരി ചിക്കൻ ഇങ്ങനെ ചരിച്ചൊഴിച്ച് എന്നിട്ട് നല്ലപോലെ കുഴച്ച് ഉരുളയാക്കി ഒന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ. നല്ല വെളിച്ചെണ്ണയുടെ കാന്താരിയുടെ ടേസ്റ്റ്. ഇതേ ലിവർ പെരട്ട് തീർന്നു പോയിരുന്നു. നമുക്കായിട്ട് വീണ്ടും ഉണ്ടാക്കണമെന്നുണ്ട്. നല്ല ചൂട് ലിവർ പെരട്ടാണ് കഴിച്ചു വന്നത്. എരിയുണ്ട് കേട്ടോ. ഇവനാണ് ഇവിടുത്തെ പ്രധാന താരം. കൃഷ്ണ ഹോട്ടലിനെ നാട് മൊത്തം ഫേമസ് ആക്കിയ ഇവരുടെ ചിക്കൻ പെരട്ട്. ഇതിനെയും കപ്പയുടെയും കൂടെ ഉള്ള ആ ഒരു കോമ്പിനേഷൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ആ വെളിച്ചെണ്ണ ടേസ്റ്റ് ഭയങ്കരമായിട്ടും നല്ല രുചി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കട്ടച്ചൽക്കുഴി ചിക്കൻ പേട്ടിൻ്റെ കഥകൾ. രുചികൾ തേടിയുള്ള നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല. പക്ഷേ എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ കഴിച്ചു തീർക്കാനുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേയും ബൈ ഗൈസ്.